സജി ചെറിയാനിലേക്കാണ് പോകുന്നത്. സജി ചെറിയാൻ 2 ദിവസം മുമ്പ് പറഞ്ഞിരുന്നു, വർഗീയ ധ്രുവീകരണം എന്താണെന്നറിയാൻ കാസർഗോട്ടും മലപ്പുറത്തും ജയിച്ചവരുടെ പേരുകൾ നോക്കിയാൽ മതി എന്നുള്ള. ഈ പ്രസ്താവന ഇന്നേക്ക് 3-ാം ദിവസം പിന്നിടുകയാണ്. അതിലപ്പോൾ സജി ചെറിയാൻ ഖേദപ്രകടനമായിട്ട് വന്നിട്ടുണ്ട്, പ്രസ്താവന പിൻവലിക്കുന്നുവെന്നും പറയുന്നുണ്ട്. ഈ പ്രസ്താവന വിവാദമായതിനെ തുടർന്ന് മുസ്ലിം സംഘടനകളടക്കം CPM-നെതിരെയുള്ള ഒരു വിമർശനം, സജി ചെറിയാനെതിരെയുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു. ഈ പ്രസ്താവന തിരുത്തണമെന്നും പിൻവലിക്കണമെന്നുമായിരുന്നു ആവശ്യം. എന്നാൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസമൊക്കെ അദ്ദേഹം ഈ പ്രസ്താവനത്തെ ന്യായീകരിക്കുന്ന വിധത്തിലാണ് രംഗത്തെത്തിയ. ഇടതുപക്ഷത്തെ സൈബർ ഹാൻഡിലുകളും ഈ പ്രസ്താവനയെ ന്യായീകരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. നമുക്കറിയാം, ഇന്നിപ്പോൾ സജി ചെറിയാൻ പ്രസ്താവന അറിയിച്ചിരിക്കുകയാണ്, ഈ പിൻവലിക്കുകയാണ് എന്നറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തൻ്റെ പ്രസ്താവനയെ തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നു, അതിനെ ന്യൂനപക്ഷങ്ങൾക്കെതിരാക്കിയിട്ട് ചിത്രീകരിക്കുക കൂടി എന്നാണ് സജി ചെറിയാൻ അതിൽ പറയുന്നത്. ഇതിലേക്കാണ് ആദ്യം. പ്രമോദ് സാർ, മുമ്പ് AK ബാലൻ്റെ മാറാട് പരാമർശം ഇതേപോലെ വിവാദമായിരുന്നു. ആ സമയത്ത് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി അതിനെതിരെ തന്നെ, അല്ലെങ്കിൽ അതിനെ തള്ളിക്കളയുന്ന വിധത്തിൽ രംഗത്ത് വന്നിരുന്നു. പിന്നാലെ പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ അതിനെ തള്ളിക്കളയുമല്ല, അതിനെ ഏറ്റെടുക്കുന്ന രീതിയിലാണ് പ്രതികരിച്ചത്. ഈ ഒരു വിവാദത്തിൽ സജി ചെറിയാനെതിരെ അനുകൂലിച്ചോ എതിർത്തോ CPM-ൽ നിന്നൊരു ശബ്ദം ഉണ്ടായില്ല. അതിനെ തിരുത്തണമെന്ന രീതിയിൽ സജി ചെറിയാൻ തന്നെ അത് നടന്നു 3-ാം ദിവസം പിൻവലിക്കുന്നു, ഖേദപ്രകടനമായിട്ട് വരികയും ചെയ്തു. എന്നാൽ തന്നെ ആ പ്രസ്താവനയിൽ ഒട്ടും ആത്മാർത്ഥതയില്ല എന്ന് കൂടിയിട്ട് നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയാണ് അതിൽ സികേഷ്, അതിൽ കാണേണ്ടത് ഈ 3-ാം ദിവസം അത് പിൻവലിച്ചുവെങ്കിൽ, അത് മാപ്പ് പറഞ്ഞ് അല്ലെങ്കിൽ ഖേദപ്രകടനം നടത്തിക്കൊണ്ട് പിൻവലിച്ചുവെങ്കിൽ അതിൽ പാർട്ടിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. നമുക്ക് ലഭിച്ച റിപ്പോർട്ടുകൾ പ്രകാരം മുഖ്യമന്ത്രി തന്നെ ആവശ്യപ്പെട്ടിട്ടാണ് അത് പിൻവലിച്ചത് എന്നുള്ളതാണ്. രാവിലെ വാർത്താസമ്മേളനം വിളിച്ച് ഇക്കാര്യം അറിയിക്കാമെന്നാണ് അദ്ദേഹം തീരുമാനിച്ചത്. പക്ഷേ പിന്നീട് അത് മാറ്റി വാർത്താക്കുറിപ്പായി ഇറക്കുകയാണ് ചെയ്തത്. ഒരുപക്ഷെ വാർത്താസമ്മേളനം വേണ്ട എന്നും മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കാൻ ഇടയുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ഈ സ്വന്തം വാക്കുകളുടെ കാര്യത്തിൽ ഒരു നിയന്ത്രണവുമില്ല. അദ്ദേഹം ഇത്തരം വിഷയങ്ങളിൽ അദ്ദേഹം സംസാരിക്കാതിരിക്കുന്നതാണ് ബുദ്ധി എന്നുള്ള പൊതുവിൽ ഒരു വിവേകപരമായി പാർട്ടി അതിനെ കാണുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അദ്ദേഹത്തിന് അതിനുള്ള വിദ്യാഭ്യാസമില്ല. ഇത്തരം വിഷയങ്ങൾ സംസാരിക്കാനുള്ള വിദ്യാഭ്യാസമുള്ള ഒരാളായിട്ട് സജി ചെറിയാൻ മാറിയിട്ടില്ല. അദ്ദേഹം മന്ത്രിയൊക്കെ ആയിട്ടുണ്ടാവാം, അത് വേറെ കാര്യം. സാംസ്കാരിക വകുപ്പ് മന്ത്രിയും കൂടിയാണ്, അതും കൂടി കാണുന്നത്. അപ്പോൾ അതിലുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് നേരത്തെ അറിയാം, ഭരണഘടനയെക്കുറിച്ചുള്ള അബദ്ധജടിലമായ പ്രസ്താവനയുടെ പേരിൽ രാജിവെക്കേണ്ടി വരികയും പിന്നീട് പോലീസ് തന്നെ അതിൽ കഴമ്പില്ല എന്ന് കണ്ട് അത് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് റിപ്പോർട്ട് കൊടുക്കുകയും അതിൻ്റെ പേരിൽ മന്ത്രിസഭയിൽ തിരിച്ചെത്തുകയാണ് ചെയ്തത്. അതിൻ്റെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചാൽ തന്നെ നമുക്കറിയാം ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹത്തിന് എന്തുമാത്രം പ്രാഥമികമായി, നമ്മളൊരു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പോലുമുള്ള ഒരു ധാരണ അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളത്. അത് വെച്ച് അതിൻ്റെ മേലെ നിൽക്കുന്നതാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ള പരാമർശമെന്ന് അറിയാം. അപ്പോൾ ഈ പരാമർശം നമുക്ക് കാണേണ്ടത്, ഒരുപക്ഷെ CPM-ൽ ഒരു വലിയ നിര ആളുകൾ ഈ നിലയിലുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ AK ബാലൻ്റെ പ്രസ്താവന, സജി ചെറിയാൻ്റെ പ്രസ്താവന, ഇതിങ്ങനെ ഉയർന്നു വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു, അത് ഏതെങ്കിലും തരത്തിലുള്ള വിവാദമൊക്കെ ആവുന്നു, അപ്പോൾ അത് പിൻവലിക്കുകയോ അല്ലെങ്കിൽ അതിനകത്ത് ഒരു ഖേദപ്രകടനം നടത്തുകയോ ഒക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ വലിയൊരു നിര ആളുകൾ, ഞാനത് പറയുന്നത് എന്താ വെച്ചാൽ, CPM-നെ എടുത്ത് പറയുന്നത് വെച്ചാൽ കോൺഗ്രസിനെ കുറിച്ച് നമുക്കറിയാം. കോൺഗ്രസ് ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ ദുർബലമായ ഒരു പ്രത്യയശാസ്ത്ര അടിത്തറയുള്ള ഒരു പ്രസ്ഥാനമാണ്. കാരണം അങ്ങനെയല്ല അവരുടെ പ്രവർത്തന രീതിയായാലും മറ്റെല്ലാമായാലും. ഇപ്പോൾ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം വഹിച്ച പാർട്ടിയാണ് കോൺഗ്രസ് എന്നിരിക്കലും, അല്ലെങ്കിൽ ഒരു ഹിന്ദു വർഗീയവാദിയുടെ വെടിയേറ്റ് മരിച്ച രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയായിരുന്നു അതിൻ്റെ നേതൃത്വത്തിൽ എങ്കിലും, ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. ഭയങ്കര അത്തരം കാര്യങ്ങളിൽ വലിയൊരു ദാർഢ്യം അവർക്കുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അതുപോലെയല്ല CPM വർഗീയ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് കാണുന്നതും വിലയിരുത്തുന്നതും ഒക്കെ എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ഉണ്ടായിരുന്നത്. അതിന് വളരെ ഐഡിയോളജിക്കലായിട്ടുള്ള ഒരു അടിത്തറ നൽകിക്കൊണ്ടാണ് ഇതിനെ കാണുകയൊക്കെ. എന്താണ് വർഗീയത, എന്താണ് ഫാഷിസം, എന്താണ് സാമ്രാജ്യത്വം, എന്താണ് മുതലാളിത്തം, എന്താണ് സാമ്രാജ്യത്വം, ഇത്തരം കാര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ഘട്ടങ്ങൾ എങ്ങനെയാണ്, ഇതൊക്കെ പാർട്ടി ക്ലാസ്സുകളിലൊക്കെ വളരെ വിശദമായി പഠിപ്പിക്കുന്ന സംഗതികളാണ്. ആ സമയത്തൊന്നും സജി ചെറിയാൻ അവിടെ ഉണ്ടായിട്ടില്ലേ എന്നുള്ളത് എനിക്കറിയില്ല. ഇനി അഥവാ അത് പഠിപ്പിച്ചാൽ തന്നെ, അത് ഇപ്പോൾ ഗോവിന്ദ മാഷോട് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഗോവിന്ദ മാഷ് ഒറ്റയടിക്ക് നിന്ന് നിൽപ്പിൽ ഇത് മുഴുവൻ പറയും. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. എന്നാൽ തന്നെയും നമുക്കൊരു മിനിമം ഇക്കാര്യങ്ങളിൽ ഒരു അറിവ് എന്നുള്ള നിലയിൽ വരുമല്ലോ. ഇതെന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ അതുപോലും ഇല്ലാതെ അദ്ദേഹം വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മുസ്ലിം പേരുകളുള്ള ആളുകൾക്കാണ് മതമുള്ളതെന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. ഞാൻ വളരെ ഇതായിട്ട് വിചാരിക്കുന്നത് അതാണ്.
അദ്ദേഹം വിചാരിക്കുന്ന ഈ മുസ്ലിം പേരുകാരാണ് ഈ മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ മുസ്ലിമാണ് എന്ന് വിചാരിക്കുന്ന എന്തോ ഒരു സംഗതിയാണ് അദ്ദേഹത്തിനുള്ളതെന്ന് തോന്നുന്നു. അത് മാത്രമല്ല, ഉടനെ അത് മതം എന്ന് മാത്രമല്ല, അത് കുറച്ച് മോശം മതമാണ് എന്നുള്ളൊരു തോന്നലും അദ്ദേഹത്തിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു മാനസിക നില സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ലാണ്ട് എങ്ങനെയാണ് സികേഷ് ഒരാൾക്ക് പറയാൻ കഴിയുക അവിടുത്തെ പിന്നെ പേരുകൾ നോക്കൂ എങ്ങനെയുള്ള ആളുകളാണെന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിനെ നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയുക ഏറ്റവും കുടിലമായ ഒരു താല്പര്യത്തോടെ പ്രധാനമന്ത്രി നടത്തിയ പരാമർശത്തോടാണ്, അല്ലേ? അവരുടെ വസ്ത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്ന് CAA വിരുദ്ധ സമരക്കാരെക്കുറിച്ച് നടത്തിയ പരാമർശമാണ് ഇതിനെ താരതമ്യം. എന്നാൽ ആ കുടിലത ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറയില്ല, ആ കുടിലത സജി ചെറിയാനുണ്ടെന്ന് പറയില്ല. ഇത് വളരെ സാധാരണമാക്കി മാറ്റപ്പെട്ട, വളരെ നോർമലൈസ് ചെയ്ത് കഴിഞ്ഞ ഇവരുടെ ഉള്ളിലുള്ള ഒരു സംഗതിയാണ്. അതായത് മതത്തെക്കുറിച്ചും മതം എന്ന നിലയിൽ ശരി, പിന്നെ ഇസ്ലാം ഒരു മതമാണ്, അതിനെക്കുറിച്ച് പഠിക്കുകയെങ്കിലും ചെയ്യുക. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള സംഗതികൾ നമ്മുടെ പിന്നെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ഒക്കെ നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യർ സ്വീകരിച്ചിട്ടുള്ള മതമാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കുക. കാരണം നമ്മൾ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അങ്ങനെയൊക്കെ ശ്രമിക്കുക എന്നുള്ളത് പോട്ടെ, ദാറ്റ് ഈസ് ഹൈലി എന്താ പറയുക, അത് കുറേ കൂടി സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഞാൻ പറഞ്ഞത് പൊതുവായ മനസ്സിലാക്കലുകൾക്ക് എന്താണ്, ഏത് തരത്തിലാണ് അതിനെ കാണേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊന്നും. ഇപ്പോൾ കുംഭമേള നടക്കുന്നു എന്ന് പറയുമ്പോൾ ശരി, ഞാൻ അത് എന്താ പറയുക, ആ നിലയ്ക്ക് വെരിഫൈ ചെയ്യണം. അവരുടെ തന്നെ നോട്ടീസിൽ കണ്ട ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പിന്നെ ദേവസ്വം മന്ത്രി ഇദ്ദേഹം നമ്മുടെ VN വാസവനെതിരെ രക്ഷാധികാരികളിൽ ഒരാളായിട്ട് ആ നോട്ടീസിൽ പേരുണ്ട്. ഉറപ്പാണ് KSRTC പലയിടത്തേക്കൊക്കെ പിന്നെ ഇത് നടത്തുന്നതൊക്കെയുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള എല്ലാ കൂട്ടായ്മകൾക്കും വേണ്ടി സർവീസൊക്കെ നടത്തുന്നത് KSRTCയുടെ രീതിയാണ്. പക്ഷേ ഉടനെ തന്നെ KSRTC ഇതിൽ പ്രത്യേക സർവീസ് നടത്തുന്നു, അത് വളരെ സാധാരണമാക്കപ്പെടുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിലൊന്നും ഒരു പ്രോബ്ലവും ഫീൽ ചെയ്യാത്ത ആളുകളാണ്. കാസർഗോട്ടും മലപ്പുറത്തും ജില്ലാ പഞ്ചായത്തുകളിൽ മുസ്ലിം സ്ഥാനാർത്ഥികൾ ജയിച്ചു വരുന്നതിന് നോക്കൂ എന്ന് പറയുന്ന ഒരു സമീപനം. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം നോർമലായിട്ടുള്ളതെല്ലാം ഇസ്ലാം വിരുദ്ധമാണ്, അല്ലെങ്കിൽ ഇസ്ലാം അതീതമാണ്, ഇസ്ലാം ഇതരമാണ്. അതാണ് അതിൻ്റെ പ്രശ്നം. അത് അങ്ങനെ നോർമലൈസ് ചെയ്യപ്പെട്ടു പോയി, അതിൻ്റെ ഭാഗപ്പെടാം. എന്നിട്ടിപ്പോൾ ഇത് തിരുത്തിക്കൊണ്ടും ഇത് പിൻവലിച്ചുകൊണ്ടും നടത്തിയിരിക്കുന്ന പ്രസ്താവനയെ നമ്മളൊന്ന് എടുത്ത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലായി? പലർക്കും മനപ്രയാസമുണ്ടായി, അതുകൊണ്ട് ഞാനെന്നാ പിൻവലിക്കാം, ഞാനതിലകത്ത് ഖേദം പ്രകടിപ്പിക്കാം എന്നുള്ളതാണ്. അല്ലാതെ ഞാൻ സ്വയം തിരുത്തിക്കൊണ്ട് ഇതിലൊരു നിലപാടെടുക്കുന്നു എന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അദ്ദേഹം തന്നെ ആദ്യം പറഞ്ഞതല്ല പിറ്റേ ദിവസം പറഞ്ഞത്. ആ പിറ്റേ ദിവസം പറഞ്ഞപ്പോഴേക്കും അതിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കാൻ നോക്കി, അതും ഭയങ്കര അപകടമായി. എന്തുകൊണ്ടാണ് അങ്ങനെ അപകടമാകുന്നത്? അത് ഈ ബേസിക് ആയിട്ടുള്ള സംഗതി ഇല്ലാത്തതുകൊണ്ടാണ്. ഈ എന്താ പറയുക, പ്രാഥമികമായ ഇത്തരം കാര്യങ്ങളിലുള്ള വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണ്. ആ വിദ്യാഭ്യാസമുള്ള ആളുകൾക്കൊന്നും ഇത്തരം ഭാഷ വരില്ല. അതാണ് പ്രാഥമികമായി ഇതിനെക്കുറിച്ച്, മതത്തെക്കുറിച്ചും വർഗീയതയെക്കുറിച്ചും ഫാഷിസത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതാവിന് ഒരുപക്ഷെ ഈ ഭാഷ വരില്ല. അതൊന്നുമില്ലാതെ, അങ്ങനെ യാതൊരു ആവശ്യമില്ലാതെ സാംസ്കാരിക മന്ത്രി സംസാരിക്കുകയാണ് ഈ നിലയിൽ ഒരു എന്താ പറയുക സംഗതി. അപ്പോൾ അതിൽ പാർട്ടി ഇടപെട്ട് തിരുത്തിച്ചു എന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷേ ആ തിരുത്തൽ ഒരു തരത്തിലുള്ള ആത്മാർത്ഥതയും ഇല്ല എന്ന് കാണുമ്പോൾ നമുക്ക് വീണ്ടും സങ്കടമുണ്ട്. ഇദ്ദേഹം ഇവിടെ നിൽക്കാൻ പോകുന്നില്ല എന്നൊരു തോന്നൽ നമുക്കുണ്ട്. ഞാൻ VN വാസവൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഈ രീതിയിൽ പിന്നെ അബദ്ധം പറഞ്ഞിട്ടല്ലെങ്കിൽ പോലും ബോധപൂർവം തന്നെ ഇത്തരത്തിലുള്ള സംഗതികളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. CPM-നകത്ത് എന്താ പറയുക, ഒരു മെജോറിറ്റേറിയൻ സംഗതിയുടെ സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തുന്ന പുതിയൊരു എപ്പിസോഡ് കൂടി കടന്നു പോവുകയാണ്. അതെ, ദാവ് സാർ, സജി ചെറിയാൻ പറഞ്ഞതിൽ അടുത്ത ദിവസം അതിനെ വിശദീകരിച്ച കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ മതേതരത്തിനായിട്ട് നിലകൊണ്ട് ഞങ്ങൾക്ക് 1 സീറ്റാണ് കിട്ടിയത്, കോൺഗ്രസിന് 2 സീറ്റാണ് കിട്ടിയത്, BJPക്കും മുസ്ലിം ലീഗിനും കിട്ടിയ സീറ്റുകൾ നോക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഈ സജി ചെറിയാൻ്റെ ഈ പ്രസ്താവന വന്ന് ഇദ്ദേഹം ഇത് പിൻവലിച്ച് ഖേദം പ്രകടിപ്പിച്ചതിന് ശേഷമാണ് വെള്ളാപ്പള്ളിയുടെ വാർത്താസമ്മേളനം നടക്കുന്നത്. വെള്ളാപ്പള്ളി അതിൽ പറയുന്നുണ്ട്, സജി ചെറിയാൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല, അദ്ദേഹം അത് പിൻവലിക്കേണ്ട കാര്യമൊന്നുമില്ല, പിന്നെ അദ്ദേഹം രാഷ്ട്രീയക്കാരനാണല്ലോ, വോട്ട് നോക്കിയിട്ടാണല്ലോ എന്നുള്ളത്. അത്തരത്തിൽ വോട്ട് നോക്കിയിട്ടുള്ള ഇലക്ഷൻ കൂടി വരുവാണല്ലോ, അത്തരത്തിലൊരു തിരിച്ചറിവ് മാത്രമാണോ ഈ ഖേദപ്രകടനം? തീർച്ചയായിട്ടും 2 സംഗതിയുണ്ട്. ഒന്ന്, പിന്നെ ഈ ഖേദപ്രകടനം സജി ചെറിയാനെ കുറിച്ച് ഏറ്റവും ചുരുക്കി പറയാവുന്നൊരു കാര്യം, കേരള മന്ത്രിസഭയിലെ ഖേദകാര്യ വകുപ്പ് മന്ത്രി എന്ന് പറയാവുന്ന ഒരാളാണ്. ഇത് 3ാമത്തെ തവണയാണ് അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ച് മുന്നേറുന്നത്.
ഒന്ന് മറ്റേ കുന്തവും കുടച്ചക്രവും, ഭരണഘടന കുന്തവും കുടച്ചക്രവും. പിന്നെ ഒരു രസകരമായ സംഭവമാണ്, ആൾ സൗദിയിൽ പോയി, സൗദി അറേബ്യയിൽ എന്തോ പരിപാടിക്ക് പോയി. സൗദി അറേബ്യയിൽ പരിപാടിക്ക് പോയപ്പോൾ ബാങ്ക് വിളി കേട്ടില്ല. അത് അന്വേഷിച്ചപ്പോൾ ബാങ്ക് വിളി കേൾപ്പിച്ചാൽ വിവരമറിയും. സൗദി അറേബ്യയെക്കുറിച്ച് പ്രാഥമിക ധാരണയുള്ള ആൾ ഈ മാതിരി മണ്ടത്തരം പറയില്ല, നമ്പർ 1. പക്ഷെ അതിനേക്കാൾ അപകടകരമായ കാര്യം വെച്ചാൽ ഇതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം അടുത്ത ദിവസം ഇറക്കിയ ഓഗസ്റ്റ് 16 മറ്റോ കഴിഞ്ഞ വർഷം ആ പ്രസ്താവന, തൊട്ടടുത്ത ദിവസം ഇതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടിട്ട് ഇറക്കിയ പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവന വായിക്കാം. നേരത്തെ പ്രമോദ് സാർ പറഞ്ഞതിന് കറക്റ്റാവുന്നൊരു സംഗതിയാണത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ അങ്ങനെ തന്നെ കോട്ട് ചെയ്യണം. സൗദി അറേബ്യയിൽ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര തീവ്രവാദികളായ ആളുകളായിരിക്കും ഇവിടെ താമസിക്കുന്നത്. ആ ഖേദപ്രകടനത്തിലെ വാചകമാണിത്, ശ്രദ്ധിക്കണത്. ഇത് പ്രസംഗത്തിലെ വാചകം, ഖേദപ്രകടനം. ഭയങ്കര ഒരു രാജ്യത്തെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കുന്നത് എന്താണ്? അവിടെ ഇദ്ദേഹം അവിടെ ഒരു ഗസ്റ്റായിട്ടാണ് പോകുന്നത്. നമ്മുടെ രാജ്യമായിട്ട് വളരെ അടുത്ത നയതന്ത്ര ബന്ധമുള്ള ഒരു രാജ്യം. അത് തന്നെ വലിയ കേസെടുക്കാവുന്ന. പിന്നെ ലക്ഷക്കണക്കിന് മനുഷ്യർ നമ്മുടെ നാട്ടുകാർ, ജാതി മത ഭേദമന്യേ ജോലി ചെയ്യുന്ന ഒരു നാട്, നമ്മുടെ നാടുമായിട്ട് സാംസ്കാരിക ബന്ധമുള്ളൊരു നാട്, ലോകത്തെ പ്രധാനപ്പെട്ടൊരു സമ്പദ് ശക്തിയായിട്ടുള്ളൊരു രാജ്യം. ആ രാജ്യത്തെക്കുറിച്ച് ഈ മനുഷ്യൻ്റെ, ഈ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ, CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിൻ്റെ ധാരണ എന്താണെന്നറിയോ? അങ്ങേര് തന്നെ പറയുന്ന ധാരണ, സൗദി അറേബ്യയിൽ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര തീവ്രവാദികളായ ആളുകളായിരിക്കും ഇവിടെ താമസിക്കുന്നത്. കാരണം ഭയങ്കര എക്സ്ട്രീമിസ്റ്റുകളായ ആളുകൾ. ഒരു രാജ്യത്തെക്കുറിച്ച് പറഞ്ഞ് ശ്രദ്ധിക്കണം, ഭയങ്കര എക്സ്ട്രീമിസ്റ്റുകളായ ആളുകൾ. പക്ഷേ ഒരിടത്ത് പോയപ്പോഴും ബാങ്ക് വിളി കേട്ടില്ല. അപ്പോൾ എക്സ്ട്രീമിസ്റ്റുകളല്ല എന്ന് അദ്ദേഹം തീർപ്പിലെത്തുന്നത് എന്തുകൊണ്ടാണ്? ബാങ്ക് വിളി കേൾക്കാത്തതുകൊണ്ട്. അപ്പോൾ ഈ ചെങ്ങന്നൂരിലുള്ള ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് വിളി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്സ്ട്രീമിസ്റ്റ് ആക്റ്റാണ്. ഈ മനുഷ്യൻ്റെ ബോധ നിലവാരം ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഞാൻ ഒരിടത്ത് പോയപ്പോഴും ബാങ്ക് വിളി കേട്ടില്ല. കൂടെ വന്ന ആളോട് ഇതിനെപ്പറ്റി ചോദിച്ചു. കുഴപ്പമില്ല, പക്ഷേ പുറത്ത് കേട്ടാൽ വിവരമറിയുമെന്നാണ് അയാൾ പറഞ്ഞത്. ബാങ്ക് വിളി പുറത്ത് കേട്ടാൽ ബാങ്ക് വിളിക്കാൻ അവർക്ക് അവകാശമുണ്ട്, പക്ഷേ പുറത്ത് കേൾക്കുന്നത് പബ്ലിക് ന്യൂസൻസാണ്, അത് പാടില്ല. പിന്നെ ഇങ്ങനെ പോകുന്നുണ്ട് അവിടെ. പിന്നെ അദ്ദേഹം പറയുന്നത് ഇത് നേരെ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ ക്രിസ്ത്യൻ ചർച്ചുകളുണ്ട്, 100 കണക്കിന് പള്ളികളുണ്ട്, വളരെ സ്വാതന്ത്ര്യത്തിലാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഒരു പള്ളിയിൽ മൈക്കില്ല. ഭൂരിപക്ഷ സമൂഹം ആരെയും ആക്രമിക്കുന്നില്ല. തീവ്രവാദികളും എക്സ്ട്രീമിസ്റ്റുകളും നിറഞ്ഞൊരു നാടാണ് എന്ന് അദ്ദേഹം ധരിച്ച നാട്ടിൽ അവിടെ ഭൂരിപക്ഷ സമൂഹം ആരെയും ആക്രമിക്കുന്നില്ല. സപ്പോർട്ടീവായാണ് അവർ ആളുകളെ കാണുന്നത്. ഹിന്ദു ക്രിസ്ത്യൻ സമൂഹം എന്ന സ്വാതന്ത്ര്യത്തോടെയാണ്, ഹിന്ദു ക്രിസ്ത്യൻ സമൂഹം എത്ര സ്വാതന്ത്ര്യത്തോടെയാണ് അവിടെ ജീവിക്കുന്നത്. കേരളത്തിൽ ഒരു LKG വിദ്യാർത്ഥിക്കുള്ള ധാരണ ഈ മന്ത്രിയായിരിക്കുന്ന ഈ മനുഷ്യനുണ്ടോ എന്ന് ചോദിക്കുന്നത്. ഇത് തൊട്ടടുത്ത ദിവസം ഖേദം പ്രകടിപ്പിക്കുകയും ആ പെർട്ടിക്കുലർ ആ ഫാക്ച്വൽ സംഗതി ഉണ്ടല്ലോ, അത് തെറ്റിദ്ധാരണയുടെ പുറത്താണ്. ഇത് ബാങ്ക് വിളിക്ക് മൈക്കില്ല എന്നുള്ള അതാണ് പിൻവലിക്കുകയും ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തത്. നോക്കൂ, അപ്പോഴും അദ്ദേഹത്തിൻ്റെ ധാരണ എന്താണ്? മൈക്കിലൂടെ ബാങ്ക് വിളിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു എക്സ്ട്രീമിസ്റ്റ് ആക്റ്റാണ്, അല്ലെങ്കിൽ ഒരു പബ്ലിക് ന്യൂസൻസ് ആണ്. അദ്ദേഹം പറഞ്ഞ ഫാക്ച്വലി മിസ്റ്റേക്ക് ആണ്. നോക്കുക, അത് ഫാക്ച്വലി റൈറ്റാണെന്ന് വിചാരിക്കുക. അവിടെ മൈക്കിലൂടെ ബാങ്ക് കൊടുക്കുന്നില്ല. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? കേരളത്തിലും അങ്ങനെ വേണമെന്നായിരിക്കുമല്ലോ. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാണ്? ഈ മനുഷ്യൻ്റെ ലോകബോധം എന്താണ്? ബാങ്ക് വിളിക്കാതിരിക്കുക, ബാങ്ക് കേൾക്കാത്തൊരു ലോകം, ഇൻകിലാബ് മാത്രം മുഴങ്ങുന്നൊരു ലോകം, ഇൻകിലാബിൻ്റെ ശബ്ദം മാത്രം കേൾക്കുന്നൊരു ലോകം സ്വപ്നം കാണുന്ന മനുഷ്യനായിരിക്കുമല്ലോ ഇയാൾ. ഒരു അപര മതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു അപര സമൂഹത്തിൻ്റെ വേറൊരു സമൂഹത്തിൻ്റെ ചിഹ്നങ്ങൾ, അവരുടെ അടയാളങ്ങൾ, അവരുടെ പേരുകൾ, അവരുടെ മുദ്രകൾ, അതിനെയൊക്കെ നോയ്സെൻസായി കാണുന്ന ഒരാളാണ് നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിട്ട് നിൽക്കുന്നത്. ഇത് പാർട്ടിയൊന്നും തിരുത്തിയിട്ടില്ല. മഹാപണ്ഡിതനായിട്ടുള്ള ആളാണ് സെക്രട്ടറി ആയിട്ടിരിക്കുന്നത്. ആ സെക്രട്ടറി ഇതുവരെ തിരുത്തിയിട്ടില്ല. അവരൻ്റെ ശബ്ദം എന്തായിരുന്നു? സംഗീതം പോലെ ആസ്വദിക്കണം എന്ന് പറഞ്ഞ ആചാര്യൻ്റെ അനുയായികളാണ്.
ബാങ്ക് വിളി ഒരു ന്യൂസെൻസ് ആയിട്ട് കാണുന്ന, ഒരു എക്സ്ട്രീമിസ്റ്റ് ആക്റ്റായിട്ട് കാണുന്ന, ഇതെന്തിനാ ഇദ്ദേഹം ഇവിടെ വന്ന് പ്രസംഗിക്കുന്നത്? സൗദി അറേബ്യയിൽ മൈക്കിലൂടെ ബാങ്കില്ല എന്ന്, അത് ഫാക്റ്റാണെന്ന് തന്നെ വിചാരിക്കുക. ഇവിടെ വന്ന് പ്രസംഗിക്കുന്നതാണ് എൻ്റെ നാടും അങ്ങനെ ആകണം എന്നുള്ളതിൻ്റെ ആയിരിക്കും. ഇദ്ദേഹം ഭരണാധികാരിയായിട്ടുള്ള നാടും അങ്ങനെ ആകണം എന്ന് വിചാരിക്കുന്നതാണ്. അപ്പോൾ അത്രയും എന്താണ് കുടുസ് മനസ്സുമായി കുഞ്ഞു ലോകങ്ങളിൽ പാർക്കുന്ന മനുഷ്യർ നമ്മുടെ ഭരണാധികാരികളും നേതാക്കളുമായിട്ട് വരുന്നതിൻ്റെ അതിൻ്റെ അലമ്പാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒരു ഘടകം എന്ന് പറയുന്നത്. രണ്ടാമത്തേത്, ഇത് സജി ചെറിയാൻ്റെ പ്രസ്താവന എന്നിതിനെ വിശേഷിപ്പിക്കുന്നത് തന്നെ ശരിയല്ല. ഇത് സജി ചെറിയാൻ്റെ ഒരു പ്രസ്താവനയല്ല. ഇത് CPIM കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമീപനത്തിൻ്റെ സ്വാഭാവിക പ്രതിഫലനമാണ്. അത് ആളുകൾ ചോദിക്കുന്നത് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ ജാതി പ്രസ്താവനകൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പേര് വിളിച്ച് വിജയരാഘവൻ, ബാലൻ, സജി ചെറിയാൻ, ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെന്തുകൊണ്ട് തുടർന്നുകൊണ്ടിരിക്കുന്നത്? അത് പാർട്ടി എടുത്തൊരു നിലപാടാണ്. പാർട്ടി ഒരു നിലപാടെടുക്കുമ്പോൾ അതിനെ വാക്കുകളായി അതിൻ്റെ നേതാക്കന്മാർ വിവിധ സ്വഭാവത്തിൽ അവർക്ക് പരിചയമുള്ള പദാവലികൾ വെച്ചിട്ട്, അവരുടെ പദസമ്പത്ത്, അവരുടെ വൊക്കാബുലറി വെച്ചിട്ട് അവർ സമൂഹത്തിൽ അത് പ്രക്ഷേപിക്കും. ബാലൻ്റെ വൊക്കാബുലറി അതാണ്, സജിയുടെ വൊക്കാബുലറി ഇതാണ്. അത് വെച്ച് അവർ പറയുന്നത് ഇത് പാർട്ടിയുടെ നിലപാടാണ്. എന്ത്? മുസ്ലിം രാക്ഷസവൽക്കരണം നടത്തുക, മുസ്ലിങ്ങളെ അപരരായി, അന്യരായി, മാറ്റി നിർത്തപ്പെടേണ്ടവരായി, അവർ അവർ നമ്മളെല്ലാം വിഴുങ്ങാൻ പോകുന്ന ഒരു വലിയൊരു രാക്ഷസ സ്വത്വം ഇവിടെ നിൽക്കുകയാണ്, അതുകൊണ്ട് നമ്മൾ സംഘടിക്കൂ. ഇതാണ് ഹസൻ, അമീർ, കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന ആ പ്രയോഗത്തിൽ നിന്ന് തുടങ്ങുന്നുണ്ട്. അങ്ങനെ മുസ്ലിം അപരത്വം സൃഷ്ടിച്ച്, മുസ്ലിം ഭീതി സൃഷ്ടിച്ച് അപ്പുറത്ത് വോട്ട് സമാഹരിക്കുക. ഇതാണ് CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പച്ചക്ക് പറയുന്ന ആൾ, വെള്ളാപ്പള്ളി പച്ചക്ക് പറയുന്നു, ബാലനും സജി ചെറിയാനൊക്കെ വഷളായ ഭാഷയിൽ പറയുന്നു. ഇത്രയുള്ള കാര്യം. എന്തുകൊണ്ടാണ് ഇത് ഈ വീണ്ടും ഇപ്പോൾ ബാലൻ്റെ പ്രസ്താവന വന്നതിന് ശേഷം അത് എത്രത്തോളം അത് ബാക്ക്ലാഷ് ഉണ്ടായി, സമൂഹത്തിൽ അത് എത്രത്തോളം മോശമായ പ്രതികരണം ഉണ്ടാക്കിയെന്ന് CPM കണ്ടതാണല്ലോ. ഈ സജി ചെറിയാൻ ഇതൊക്കെ കാണുന്നതാണല്ലോ. പിന്നെയും എന്താണ് ഇത്തരം ഇത് വരുന്നത് എന്ന് വെച്ചാൽ, അകത്തുള്ളതല്ലേ പുറത്തു വരുള്ളൂ, അകത്തുള്ളതേ പുറത്തു വരുള്ളൂ. ഈ EMSനെ കുറിച്ച് CH പറഞ്ഞതായി വ്യാപകമായി ഉദ്ധരിക്കുന്നുണ്ട്. EMSൻ്റെ പൂണൂൽ പുറത്തല്ല അകത്താണ് എന്ന് CH പറഞ്ഞിട്ടുണ്ട്. ഇത് അകത്ത് KN ഉദ്ധരിച്ചതാണ്. അകത്ത് പൂന്താനവും പുറത്ത് ചെകുവേരയുമായി നടക്കുന്ന മനുഷ്യരാണ്. ഇത് ഒരു ഖേദപ്രകടനം, അല്ലെങ്കിൽ ഞാൻ ഖേദപ്രകടനം നടത്തുമ്പോഴും വളച്ചൊടിച്ചത് പിൻവലിക്കുന്നതാണ്. ഇത് അടിസ്ഥാനപരമായി ഈ സമീപനത്തിൻ്റെ പ്രതിഫലനമാണ്. ഈ സമീപനം, ഈ പറയുന്ന മുസ്ലിം ഭീതി സൃഷ്ടിച്ച് അപ്പുറത്ത് വോട്ട് സമാഹരിക്കുക എന്ന് പറയുന്ന സമീപനം, അത് വിജയിക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് ചിലപ്പോൾ വിജയിക്കും, അത് ഫലം കൊയ്യും. പക്ഷേ അത് ഒരു ഇലക്ടറൽ വിക്ടറി ഇത് കൊണ്ടുവന്നേക്കാം. പക്ഷെ ദീർഘകാലാടിസ്ഥാനത്ത് നോക്കുമ്പോൾ CPM സ്വയം ഇല്ലാതാകുകയാണ്. കാരണം മുസ്ലിം ഭയം സൃഷ്ടിച്ച് അത് നോർമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അത് സാമൂഹിക ചിന്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാക്കി കഴിഞ്ഞാൽ, അതിൻ്റെ പ്രൈമറി ബെനിഫിഷ്യറി ആരാണ്? മുമ്പൊക്കെ ആണെങ്കിൽ അതും CPM എടുത്തുകൊണ്ടാണ് വിചാരിക്കും. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം അതിൻ്റെ ഡിവിഡൻഡ് എടുക്കാൻ ഇവരെക്കാൾ ഗംഭീരമായി ഒരു കട തുറന്ന് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മാക്സ് വേർഷനുമായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. ഇത് CPM സ്വയം കുത്തി മരിക്കുക എന്ന് പറയുന്നൊരു കാര്യത്തിലേക്കാണ് പോകുന്നത്. പക്ഷെ അത് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത വിധം ഒരുതരം വിഭ്രാന്തിയുടെ അവസ്ഥയിൽ അതിനെ നേതാക്കന്മാരെല്ലാം പെട്ടുവരികയാണ്. ചില ആളുകളൊക്കെ അത് തിരിച്ചറിയുന്നു, പക്ഷെ അവർക്ക് പോലും അത് പുറത്ത് പറയാം, അത് പാർട്ടിക്കകത്ത് പോലും പറയാൻ പറ്റാത്തൊരു എക്കോസിസ്റ്റം അതിനകത്ത് രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും തീവ്രവാദിയായി പോകുമോ, ഞാനും സ്വത്വവാദിയായി പോകുമോ, ഞാനും ഇവരുടെ പേരുള്ള ആളായി പോകുമോ, ഇങ്ങനെയൊക്കെ ഭയക്കുന്ന സ്വഭാവത്തിൽ അതിനകത്ത് തന്നെ വിയോജിപ്പുള്ള മനുഷ്യർ അടിച്ചിരുത്തപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ സജി ചെറിയാൻ്റെ പ്രസ്താവന വന്നതിന് ശേഷം 2 തവണ ഗോവിന്ദൻ മാഷ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അപ്പോഴും ഈ സജിയുടെ പ്രസ്താവനയെ തള്ളി പറയുന്നില്ല, എന്നാൽ അനുകൂലിക്കുന്നില്ല. അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഒഴിഞ്ഞു മാറിയത്? ബാലൻ്റെ പ്രസ്താവന അദ്ദേഹം തള്ളി പറഞ്ഞു, പക്ഷെ ഇത്തവണ അതുണ്ടായില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ബാലൻ്റെ പ്രസ്താവന തള്ളിപ്പറഞ്ഞതിന് ശേഷമാണ് പിണറായി വിജയൻ അതിനെ പിന്തുണക്കുന്നത്. അപ്പോൾ വീണ്ടും അത് തന്നെ ആവർത്തിച്ചു. 2 ആഴ്ചക്കുള്ളിൽ 2 തവണ പ്ലിങ്ങാകാൻ ഈ പാർട്ടി സെക്രട്ടറി കൊണ്ട് പറ്റില്ല എന്ന് അദ്ദേഹം വിചാരിച്ചുകൊണ്ടായിരിക്കും. ഞാൻ തള്ളി പറഞ്ഞാൽ പിറ്റേ ദിവസം മുഖ്യമന്ത്രി വന്നിട്ട് ഇങ്ങനെ പിന്തുണച്ച് എന്ത് ചെയ്യും? കാരണം മുഖ്യമന്ത്രി തന്നെയാണ് ഈ ക്യാമ്പയിന് നേതൃത്വം കൊടുക്കുന്നത്. മലപ്പുറം ജില്ലയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എന്തായിരുന്നു?
മലപ്പുറം ജില്ലയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതല്ല, അദ്ദേഹം പറഞ്ഞതായി ഒരു ദേശീയ ഇംഗ്ലീഷ് പത്രത്തിൽ അച്ചടിച്ച് വരികയാണ്. അടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ ഓഫീസ് പത്രക്കുറിപ്പ് ഇറക്കുകയാണ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന്. ഒന്ന് ആലോചിച്ചു, മുഖ്യമന്ത്രിയെക്കുറിച്ചൊരു വ്യാജ പ്രസ്താവന എന്നുള്ളതല്ല, ഒരു അപകടകരമായ ഒരു പ്രസ്താവന, വിദ്വേഷജനകമായുള്ള പ്രസ്താവന മുഖ്യമന്ത്രിയുടെ പേര് അച്ചടിച്ച് വന്നാൽ ഒരു ക്രിമിനൽ ഒഫൻസ് അല്ലേ? അതിനെ പത്രാധിപരെ 1-ാം പ്രതിയാക്കി കേസെടുക്കേണ്ടതല്ലേ? അങ്ങനെ ഉണ്ടായില്ലല്ലോ. ഇത് വ്യാജമാണ് എന്ന് CMO ഒന്ന് പ്രസ്താവന വന്നപ്പോൾ പത്രത്തിൻ്റെ വിശദീകരണം എന്താണെന്ന് ഓർമ്മയുണ്ടോ? അത് ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ PR ഏജൻറ്റ് തന്നതാണ് എന്ന് പറഞ്ഞാൽ ആരാണ്? എന്താണ് ഇവരുടെ PR സ്ട്രാറ്റജി? എന്താണ് ഇവർ വെച്ചുകൊണ്ടിരിക്കുന്നത്? ഇവർ ഇലക്ഷൻ ക്യാമ്പയിൻ അല്ലെങ്കിൽ നറേറ്റീവ് സെറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവർ കാണുന്നത് എന്താണെന്നുള്ളതാണ്. അപ്പോൾ അതാണ് അകത്തുള്ളത്, അത് പുറത്തു വരികയാണ്. ഇന്ന് സജി ചെറിയാൻ അത് ഖേദം പ്രകടിച്ച് പിന്മാറിയെങ്കിലും നാളെ സമാനമായുള്ള പ്രസ്താവനകൾ ഇതേക്കാൾ മാരകമായ സ്വഭാവത്തിൽ വേറെയും നേതാക്കന്മാർ പുറപ്പെടുവിക്കും. മൂന്നാമത്തെ കാര്യം, ഇതിൻ്റെ കണ്ടൻറ്റ്. ഇദ്ദേഹം പറഞ്ഞത് എന്താണ്? നാമപരിശോധന എന്നുള്ളതാണോ? നാമപരിശോധന, ലിംഗപരിശോധന, ഇത് രണ്ടും നടത്തി മുസ്ലിങ്ങളെ ആക്രമിക്കുക എന്ന് പറയുന്ന പരിപാടി ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘ് പരിവാറാണ്. ലിംഗപരിശോധന കേരളത്തിലേക്ക് വന്നിട്ടില്ല. ഈ നാമപരിശോധനയാണ് സജി ചെറിയാൻ നടത്തുന്നത്. നോക്കൂ, നാമപരിശോധന എന്ന് പറയുന്ന ആ പ്രക്രിയയിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ കാസർകോട്ടും മലപ്പുറത്തും മുസ്ലിങ്ങളാണെന്നല്ല, അവിടെ ജയിച്ചു വരുന്നവരുടെ പേരുകൾ നോക്കൂ എന്നുള്ളതാണ്. ഫൈൻ, നല്ല കാര്യം. മലപ്പുറത്തെ പേരുകൾ നോക്കാം. മലപ്പുറത്തെ പേരുകൾ DCC പ്രസിഡന്റ് പുറത്തു വിട്ടിട്ടുണ്ട്. എന്താണ് അതിൻ്റെ? അതേ സ്വഭാവത്തിൽ ഈ പറയുന്ന സജി ചെറിയാൻ്റെ ചെങ്ങന്നൂരിലെ പേരുകൾ പരിശോധിക്കാൻ അദ്ദേഹം തയ്യാറാവും. ചെങ്ങന്നൂരിൽ വിജയിക്കുന്ന കാര്യം വിട്ട് അവിടുത്തെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ പോലും LDF ഒരു മുസ്ലിമില്ല. കാണിക്കാൻ പറ്റുമോ? ഞാൻ പറയുന്നു, കേരളത്തിലെ ഡസൻ കണക്കിന്, കാസർഗോഡ് മുനിസിപ്പാലിറ്റിയാണ് അദ്ദേഹം ഉദ്ധരിച്ചത്, ഡസൻ കണക്കിന് മുനിസിപ്പാലിറ്റികളിൽ, കേരളത്തിൽ ജില്ലാ പഞ്ചായത്തുകളിൽ, അവിടെയുള്ള വിജയിച്ചവരുടെ കാര്യം വിട്ടേക്കൂ, അവിടുത്തെ സ്ഥാനാർത്ഥി ലിസ്റ്റ് എടുക്കൂ, എന്നിട്ട് നാമപരിശോധന നടത്താൻ ഞാൻ വെല്ലുവിളിക്കുകയാണ് CPM നേതൃത്വത്തെ. മലപ്പുറത്തിൻ്റെ കാര്യത്തിൽ CPIM നടത്തുന്ന നാമപരിശോധന പോലെയുള്ള ഒരു നാമപരിശോധന കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട ഈ ജില്ലകളിൽ നടത്താൻ CPM സന്നദ്ധമാവും. അതാണോ ചെയ്യേണ്ടത്? കാരണം ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഇതെന്തോരം ഒരു പ്രദേശത്ത് മുസ്ലിങ്ങൾ ധാരാളമുള്ളൊരു പ്രദേശത്ത് സ്വാഭാവികമായിട്ടും അവിടെ ധാരാളം മുസ്ലിങ്ങൾ ജയിച്ചു വരും. അതുപോലും അപകടമാണ്. എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ഏതെങ്കിലും നിലക്കുള്ള പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ അതിനെയും രാക്ഷസവൽക്കരിക്കുകയാണ്, അതിനെയും ഭീകരവൽക്കരിക്കുകയാണ്. അവർ ജയിച്ചാൽ നോക്കൂ, സാധാരണ പറയാം മുസ്ലിങ്ങൾ എന്താണ് ജനാധിപത്യ പ്രക്രിയകളൊന്നും പങ്കാളികളാകുന്നില്ല എന്നൊക്കെയായിരുന്നു മുമ്പൊക്കെ സിദ്ധാന്തം പറയുന്നത്. അവർ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി വരികയും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ചെയ്യുമ്പോൾ അത് അപകടമാകുകയാണ്. ഇത് ഞാൻ മുമ്പ് പറഞ്ഞു, മുസ്ലിങ്ങൾ എന്താണ് മഹാബോറന്മാരാണ്, മുരടന്മാരാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ മുസ്ലിം ചെറുപ്പക്കാർ പ്രേമിക്കാൻ തുടങ്ങിയപ്പോൾ ലവ് ജിഹാദ് പറഞ്ഞു. അവർ വിദ്യാഭ്യാസമില്ല, പരിഷ്കാരമില്ല എന്ന് പറഞ്ഞു. പഠിക്കാൻ തുടങ്ങിയപ്പോൾ എന്താണ് റിക്രൂട്ട്മെൻറ്റ് ജിഹാദ് എന്ന് പറഞ്ഞു വന്നു. ഇങ്ങനെ ഓരോ ഈ സമുദായവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സ്വാഭാവികമായ കാര്യങ്ങളെപ്പോലും അതിനെ എന്താണ് അസ്വാഭാവികവൽക്കരിക്കുക, അതിനെ അപകടകരമാക്കി കാണുക. അവർ പ്രേമിക്കുന്നത് അപകടം, അവർ പരീക്ഷ എഴുതുന്ന അപകടം, അവർ PSC എഴുതുന്ന അപകടം, അവർ ലാൻഡ് മേടിക്കുന്ന അപകടം, അവർ ഹോട്ടൽ നടത്തുന്ന അപകടം, എല്ലാറ്റിനെയും അതിനൊരു അബ്നോർമലായ അപകടകരമായിട്ടുള്ള ഒരു ഡേഞ്ചറസ് കമ്മ്യൂണിറ്റിയാണിത്. ഇതൊരു ഡേഞ്ചറസ് കമ്മ്യൂണിറ്റിയാണ് എന്നൊരു ഫീല് അകത്തേക്ക് ആവാഹിക്കുകയും അത് പല സമയങ്ങളായിട്ട് പുറത്തേക്ക് പ്രവഹിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. അതിൽ നിന്ന് ഈ പറയുന്ന എന്താണ് പുരോഗമനവാദികളിലെ പുരോഗമന ക്യാമ്പിലെ തലതൊട്ടപ്പന്മാർ പോലും അതിൽ നിന്ന് മുക്തരല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം സൗദി അറേബ്യയെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് അത് എക്സ്ട്രീമിസ്റ്റുകൾ നിറഞ്ഞ ഒരു നാടായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് എന്ന് സ്വാഭാവികമായി അങ്ങനെ പറഞ്ഞു പോവുകയാണ്. ബാങ്ക് വിളി കേട്ടില്ല എന്നുള്ളത് എന്തോ ഒരു മഹത്തരമായ കാര്യം. നോക്കൂ, ഒരാൾ പറയാണ്, ഞാൻ കേരളത്തിൽ പോയിട്ട് ഒരു ഇന്ത്യക്ക് പുറത്തുള്ള ഒരാൾ വന്നിട്ട് പറയാണ്, ഞാൻ ഇന്ത്യയിൽ പോയി ഒരൊറ്റ അമ്പലത്തിൽ നിന്നുള്ള ഒരു കീർത്തനവും ഞാൻ കേട്ടില്ല എന്ന് ഇന്ത്യയുടെ ഒരു മഹത്വമായിട്ട് ഒരാൾ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അത് എന്ത് വങ്കത്തരായിരിക്കും അത്?
ഇതെന്തുകൊണ്ടാണ് ഇങ്ങനൊരു ബോധ നിലവാരം കൊണ്ടാണ്? ഇതൊരു അബ്നോർമൽ അലൈൻ കമ്മ്യൂണിറ്റിയാണ്. ഇതൊരു അന്യഗ്രഹ സമുദായമാണ്. ഒരു നിലക്കുള്ള എൻഗേജ്മെൻറ്റ്, അവരെന്താണ് ചിന്തിക്കുന്നത്, അവരെന്താണ് വിചാരിക്കുന്നത്, അവരുടെ സെൻസിറ്റിവിറ്റീസ് എന്താണ്, ഇതേക്കുറിച്ചൊന്നും യാതൊരു ധാരണ, അവിടുത്തെ പൊളിറ്റിക്കൽ ഡൈനാമിക്സ് എന്താണ്, ഇതേക്കുറിച്ചൊന്നും യാതൊരു ധാരണയുമില്ലാതെ, പ്രാഥമിക വിവരം പോലുമില്ലാതെ ഈ അഹംഭാവവും ഉന്നത ബോധ്യം, വരേണ്യ ബോധ്യവും കൊണ്ട് ഒരു കമ്മ്യൂണിറ്റി അഡ്രസ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഇതിൽ പ്രശ്നം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഈ പെരുന്നാളിന് റംസാൻ ആശംസ നേരുന്ന വിധം നിരക്ഷരരാണ്, മഹാബുദ്ധിജീവികളായിട്ട്. എത്ര മുസ്ലിം പൊളിറ്റിക്കൽ ഡൈനാമിക്സിനെ കുറിച്ചിട്ടുള്ള ഇവരുടെ അജ്ഞത അറിയണമെങ്കിൽ ഇവരിലെ മഹാബുദ്ധിജീവികൾ സ്ഥിരമായിട്ട് പറയുന്ന കാര്യമുണ്ട്. പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ സൗദി അറേബ്യയുടെ പെട്രോ ഡോളറിൻ്റെ ബലത്തിലാണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയും. ഇവർ സ്ഥിരം ഉപയോഗിക്കുന്നൊരു വാചകമാണ്. സൗദി അറേബ്യയുടെ പൊസിഷൻ എന്താണ്, ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ പൊസിഷൻ എന്താണ് എന്നതിനെക്കുറിച്ച് LKG ജ്ഞാനമുള്ള ഒരാളിത് പറയില്ല. പക്ഷേ ഇവിടെ ഇവരുടെ മഹാബുദ്ധിജീവികൾ, ഏത് പാർട്ടി ക്ലാസ്സുകളൊക്കെ ക്ലാസ് എടുക്കുന്ന ഘടാഘടിയം ബുദ്ധിജീവികൾ സ്ഥിരമായി എഴുതുന്നൊരു വാചകമാണ്. സൗദി അറേബ്യയുടെ പെട്രോ ഡോളറിൻ്റെ ബലത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യ പോയാൽ പിന്നെ തിരിച്ചു വരില്ല. ഇതാണ് ഇതിൻ്റെ ഒരു ഈ ഒരു സാമാന്യ രാഷ്ട്രീയ ബോധ്യം പോലില്ല. ഇനി അടുത്തൊരു കാര്യം, ഈ പറയുന്ന ഇപ്പം വെള്ളാപ്പള്ളി സികേഷ് പറഞ്ഞല്ലോ, വെള്ളാപ്പള്ളി ഇതിനെ പിന്തുണച്ചു. ശരിയല്ലേ പറഞ്ഞത്, എന്തിനാണ് പിൻവലിച്ചതെന്നുള്ളതാണ് വെള്ളാപ്പള്ളി ചോദ്യം. ഇതും പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ആഖ്യാനമാണത്. മുസ്ലിങ്ങൾ എല്ലാം നേടിയെടുക്കുന്നു, മുസ്ലിം ടേക്ക് ഓവർ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്. മുസ്ലിങ്ങൾ എന്താണ് അനധികൃതമായി അല്ലെങ്കിൽ അവരുടെ അനുവാദരഹിതമായി എല്ലാം നേടിയെടുക്കുന്നു എന്നുള്ളതാണ് വാദമെങ്കിൽ അത് പരിശോധിക്കപ്പെടണം. പക്ഷെ അത് പരിശോധിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ 3-4 ഔദ്യോഗിക രേഖകളാണ്. അത് 2000 നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടാണ്. നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം ഈ അധികാര പങ്കാളിത്തം, ഉദ്യോഗങ്ങളിലെ പങ്കാളിത്തം, അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം. ഉദ്യോഗങ്ങളിലെ പങ്കാളിത്ത പ്രകാരം നമ്മളുടെ മുമ്പിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും അവസാനത്തെ രേഖ പ്രകാരം, ഗവൺമെൻറ് രേഖ പ്രകാരം ജനസംഖ്യാനുപാതികമായിട്ടുള്ള പ്രാതിനിധ്യം മുസ്ലിങ്ങൾക്ക് കേരളത്തിൽ ഉദ്യോഗങ്ങൾ ലഭിച്ചില്ലെന്ന് മാത്രമല്ല അവർ വളരെ താഴെയാണ്. ഇതാണ് ഒരു ഔദ്യോഗിക രേഖ. പിന്നെയുള്ളൊരു ഔദ്യോഗിക രേഖ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടാണ്. അതും മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ പങ്കാളിത്തം, അവരുടെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി അതെല്ലാം പിന്നോക്കമാണ്. പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട രേഖ, അത് ഔദ്യോഗിക രേഖയല്ലെങ്കിലും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് പറയുന്ന സംഘടന 2004 പുറത്തിറക്കിയ കേരള പഠനം എന്ന് പറയുന്ന റിപ്പോർട്ട്. അതിനകത്ത് കേരളത്തിലെ മുസ്ലിങ്ങളുടെ സാമൂഹിക നിലയെക്കുറിച്ച്, എല്ലാ സമൂഹങ്ങളുടെയും സാമൂഹിക നിലയെക്കുറിച്ച് പറയുന്നുണ്ട്. പട്ടികജാതി പട്ടികവർഗത്തേക്കാൾ തൊട്ട് മുകളിൽ എന്ന് പറഞ്ഞാൽ പിന്നോക്കമായ അവസ്ഥയിൽ തന്നെയാണ് കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഈ പങ്കാളിത്തം, ഉദ്യോഗ പങ്കാളിത്തം, രാഷ്ട്രീയ പങ്കാളിത്തം, അവരുടെ ധനശേഷി, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. നോക്കൂ, അത് 2001, 2004, 2003 ആ കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ പഠനമെന്ന് വിചാരിക്കും. ഇപ്പോൾ 2026 ഒന്നുകൂടെ ഒരു പഠനം നടത്തട്ടെ സർക്കാർ. ഇനി പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ്റെ കാര്യത്തിൽ കേരളത്തിൽ ഒരിക്കൽ പോലും മുസ്ലിങ്ങൾക്ക് ജനസംഖ്യാനുപാതികമായുള്ള പ്രാതിനിധ്യം ഉണ്ടായിട്ടില്ല. നാമപരിശോധന നടത്താനിറങ്ങിയ സജി ചെറിയാൻ ഒറ്റ കാര്യത്തിൽ നാമപരിശോധന നടത്തുക. കേരളത്തിൽ 79 വർഷമായി ഐക്യ കേരളം രൂപപ്പെട്ടിട്ട് ഈ കാലയളവിൽ എത്ര മുസ്ലിം മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്? 51 ദിവസം മാത്രമാണ് കേരളത്തിലൊരു മുസ്ലിം മുഖ്യമന്ത്രിയായിട്ടുള്ളത്. എന്താണ് മുഖ്യമന്ത്രിമാരുടെ നാമപരിശോധന നടത്താത്തത്? സജി ചെറിയാൻ ഇപ്പോൾ ഭാഗമായിട്ടുള്ള ഈ മന്ത്രിസഭയുടെ ഒരു നാമപരിശോധന നടത്തും. എന്തായിരിക്കും അതിൻ്റെ സ്ഥിതി? അദ്ദേഹം ഭാഗമുള്ള പാർട്ടിയുടെ, അതിൻ്റെ നേതാക്കന്മാരുടെ, അതിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ നാമപരിശോധന നടത്താൻ പറ്റുമോ അദ്ദേഹത്തിന്? ഇതെന്താണ് ഈ നാമപരിശോധന കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലും മലപ്പുറം ജില്ലയിലും മാത്രം ഒതുങ്ങിപ്പോകുന്നത്? ഇപ്പോൾ ഞാൻ പറയുന്നത് ഓക്കെ, ഈ പറയുന്ന ഇതെല്ലാം അംഗീകരിക്കാം, മുസ്ലിം ടേക്ക് ഓവർ സംഭവിക്കാൻ, നമുക്കതൊന്ന് പഠിക്കാം. സർക്കാർ അതിന് സന്നദ്ധമാവുമോ? കേരളത്തിലെ മുസ്ലിങ്ങളുടെ എല്ലാ സമൂഹങ്ങളുടെയും, അതാണ് ജാതി സർവേ എന്ന് പറയുന്നത്, കാസ്റ്റ് സെൻസസ് പറയുന്നത്, എല്ലാ സാമൂഹിക വിഭാഗങ്ങളുടെയും അധികാര പങ്കാളിത്തം, സാമൂഹിക സാമ്പത്തിക സ്ഥിതി, ധനശേഷി, ക്രയവിക്രയ ശേഷി, ഇതേക്കുറിച്ചിട്ടുള്ള ശാസ്ത്രീയമായൊരു പഠനം സർക്കാർ നടത്തട്ടെ. അവരുടെ രാഷ്ട്രീയ പ്രാതിനിധ്യം എല്ലാം വരട്ടെ, കണക്കുകൾ വരട്ടെ. എന്നിട്ട് ഞാൻ പറയുന്നു, കേരളത്തിലെ മുസ്ലിങ്ങൾ അവർ ജനസംഖ്യാനുപാതികമായിട്ടുള്ള പ്രാതിനിധ്യം നേടിയിട്ടുണ്ടെന്ന് വെച്ചാൽ, ഉദ്യോഗരംഗം നേടിയിട്ടുണ്ടെന്ന് വിചാരിക്കാം, സംവരണം അവസാനിപ്പിക്കണം. എന്താ തടസ്സം?
കേരളത്തിലെ മുസ്ലിങ്ങൾ അവരുടെ ജനസംഖ്യാനുപാതികമായുള്ള പ്രാതിനിധ്യം നേടിയിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള സംവരണം വേണ്ടെന്ന് നോക്കണം. കാരണം എന്തിനു വേണ്ടിയാണ് സംവരണം? എന്തിനു വേണ്ടിയാണ്? ആനുപാതിക പ്രാതിനിധ്യത്തിന് വേണ്ടിയാണ്. ഇത് 2000 നരേന്ദ്ര കമ്മീഷൻ നടത്തിയപ്പോൾ ഇല്ലെന്ന് മനസ്സിലായി. അദ്ദേഹം വെച്ച റെക്കമെൻഡേഷൻ ബാക്ക്ലോഗ് നികത്താൻ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്തണം എന്നായിരുന്നു. പക്ഷെ അത് നടത്തിയിട്ടില്ല. ഞാൻ പറയുന്നു, ഇപ്പോൾ എല്ലാവരും കൂടി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളെ കാറിൽ കയറ്റി നടക്കുകയാണല്ലോ. എന്തിനാണ് ഈ അലമ്പിന് നിൽക്കുന്നത്? സർക്കാരിനെ സംബന്ധിച്ചൊന്നും വലിയ ചിലവുള്ള കാര്യമല്ല. ഇപ്പോൾ പ്രത്യേകിച്ച് സോഫ്റ്റ്വെയറുള്ളതാണ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഇത് ഒരു പ്രശ്നമില്ല. കാരണം എല്ലാം സോഫ്റ്റ്വെയർ വഴി സെൻട്രലൈസ്ഡ് സിസ്റ്റമാണ്. ശമ്പള വിതരണം പോലും. ഒരു പഠനം നടത്തട്ടെ. എന്നിട്ട് അവർക്ക് ജനസംഖ്യാനുപാതത്തെക്കാൾ അല്ലെങ്കിൽ ജനസംഖ്യാനുപാതത്തിന് ആ അനുപാതത്തിൽ തന്നെ പ്രാതിനിധ്യം ഉണ്ടെങ്കിൽ സംവരണം അവസാനിപ്പിക്കണം. സംവരണം അവസാനിപ്പിച്ചാൽ ഇപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ സംവരണേതര സമൂഹങ്ങൾക്കുള്ള EWS കാറ്റഗറിയിൽ അവർ വരും. അതിന് നമ്മുടെ സുകുമാരൻ നായർ എങ്ങനെയാണ് അതിനെ കാണുക എന്നുള്ള പ്രശ്നം വേറെ വരും. ഈ പുകപടലങ്ങൾ അവസാനിപ്പിക്കണം. സർക്കാർ ഒരു ധവള പത്രം പുറത്തിറക്കണം. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അത് അങ്ങനെ ആക്കി അവിടെ ഇത്ര ആളായി ഇങ്ങനെയായി ആ പേരുകൾ പരിശോധിക്കും, അവിടെ ജയിച്ചവരുടെ പേരുകൾ പരിശോധിക്കും. ഈ ജാതി ആളുകളെ കുഴപ്പത്തിൽ ചാടിക്കുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന നടത്തരുത്. എന്താണ് ആക്ച്വൽ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്, അതേക്കുറിച്ചുള്ള കൃത്യമായ ശാസ്ത്രീയമായ സർക്കാർ തലത്തിലുള്ള ഔദ്യോഗികമായ പഠനം നടത്തുകയും എന്നിട്ട് അതിൻ്റെ റെമഡിയൽ സ്റ്റെപ്സ് എന്താണ്, അധികമായിട്ടുണ്ടെങ്കിൽ നിർത്തുക, പരിപാടികൾ നിർത്തുക, സംവരണമൊക്കെ നിർത്തുക. കുറവുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അതിന് റെമഡീസ് കൊണ്ടുവരും, അതും പറയണം. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ നിരന്തരമായി ഒരു ജനതയെ നാട്ടക്കുറിയാക്കി വെച്ച് ശത്രുസ്ഥാനത്ത് നിർത്തി ആളുകൾക്ക് ആക്രമിക്കാൻ പാകത്തിൽ ഡോഗ് വിസിലിംഗ് നടത്തുന്ന ഈ ഏർപ്പാട് അവസാനിപ്പിക്കണം. പക്ഷെ അത് ചെയ്യില്ല അവരെ സംബന്ധിച്ച്. ഈ തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ TP സെൻകുമാർ പറഞ്ഞൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ രണ്ടാം സ്ഥാനത്ത്, നമ്മൾക്ക് ജയിക്കാൻ സാധ്യതയില്ലാത്ത ഇടങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് വരുന്ന ആളുകളെ ജയിപ്പിക്കണം. പറവൂരിൽ സതീശനെ തോൽപ്പിക്കാൻ ഹിന്ദു സമുദായം ആർക്ക് വോട്ട് ചെയ്യണം? രണ്ടാം സ്ഥാനത്ത് വരുന്ന ആളുകൾ വോട്ട് ചെയ്യണം. പരസ്യമായി BJP സഹയാത്രികനായിട്ടുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരാൾ പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതെങ്ങോട്ടാണ് ഈ രാഷ്ട്രീയം പോകുന്നതിൻ്റെ സൂചനയാണ്. അതിൻ്റെ പല സ്വഭാവത്തിലുള്ള പ്രകടനങ്ങളാണ് വന്നത്. അത് ഒരു കൈവിട്ടു പോയി, അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിൽ പുറത്തോട്ട് പോയെന്ന് കണ്ടപ്പോൾ ഒരു ഖേദപ്രകടനം പേരിനിറക്കി എന്ന് മാത്രമേ ഉള്ളൂ. അതെ, സജി ചെറിയാൻ്റെ ഈ ഖേദപ്രകടനം ആത്മാർത്ഥമാണെന്ന് കരുതാൻ വയ്യ. CPMൻ്റെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ തന്നെ അതിനെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു നടപടിയായിട്ട് മാത്രമാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുകയുള്ളൂ.